ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 ഏപ്രിൽ മാസ ഫലമാണ്. അത് മകരം രാശിക്കാരായിരിക്കുന്ന ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഈ നക്ഷത്രക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഏപ്രിൽ മാസം മുതൽ വളരെ ദീർഘകാലമായ ഒരു ബന്ധനത്തിൽ നിന്ന് മോചനം നേടിയ പ്രതീതിയാണ് ദൈനംദിന ജീവിതത്തിൽ ഓരോ ദിവസവും അനുഭവപ്പെടുക. 7.5 വർഷമായിട്ട് അനുഭവിച്ചുകൊണ്ടിരുന്ന 7.5 ശനി മാറുകയാണ്. അപ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ദൈവാധീനം ഇപ്പോൾ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഭാഗ്യവുമുണ്ട്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ അപ്രതീക്ഷിതമായ ചില വിജയങ്ങളും നേട്ടങ്ങളും സൗഭാഗ്യങ്ങൾ വന്നു ചേരുക യോഗമുള്ള ഒരു മാസമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു. പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുന്നവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. കൂടാതെ ജ്യോതിഷ കാര്യങ്ങൾക്ക് നേരിട്ട് വരികയോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ടായിരുന്നു. മകരം രാശിക്കാർക്ക് ഏറ്റവും പ്രധാനം തൊഴിൽ രംഗത്തെ മൗഢ്യം മാറുകയാണ്, ഇരുട്ട് മാറുകയാണ്, വെളിച്ചത്തിലേക്ക് വരികയാണ്. ഇത്രയും നാളും തൊഴിൽ ചെയ്തിട്ടും സാമ്പത്തിക മിച്ചമൊന്നുമില്ലാതെ വിഷമിച്ചു നിന്നവർ, പഠിച്ച വിദ്യക്കനുസരിച്ച് ജോലി കിട്ടാത്തവർ, ജോലി ചെയ്തിട്ടും അത് ചെയ്യുന്ന ജോലിക്കനുസരിച്ച് ഒരു വേതനം ലഭിക്കാത്തവർ, അങ്ങനെ നോക്കുമ്പോൾ അനവധിയായിട്ടുള്ള ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിക്കുന്ന ഈ നക്ഷത്രക്കാർക്ക് അഭിവൃദ്ധികളാണ് ഏപ്രിൽ മാസം വന്നു ചേരാൻ പോകുന്നത്. അതായത് തൊഴിൽ സ്ഥാനത്തേക്ക് പൂർണ്ണമായ ദൈവാധീനം, വ്യാഴത്തിന്റെ ദൃഷ്ടി അത് വന്നു ചേരും. കൂടാതെ പ്രവർത്തികാരകനായിരിക്കുന്ന ആ ചൊവ്വ അത് തൊഴിൽ സ്ഥാനാധിപൻ ബലവാനായിട്ട് വരിക കൂടി ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഒരു തൊഴിൽ പുരോഗതി വരുവാൻ യോഗമുള്ള ഒരു സമയമാണ്. എന്നിരുന്നാലും ഈ നക്ഷത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ദീർഘകാലമായിട്ട് ദുഃഖത്തിലും ദുരിതത്തിലും ഒക്കെ കഴിഞ്ഞ് മനസ്സങ്ങ് നെഗറ്റീവായ ആൾക്കാരാണ്. ഇനി ഒന്നും ചെയ്യാനില്ല, ഇനി ഒന്നും ചെയ്താൽ വിജയിക്കുകയില്ല, എന്ത് ചെയ്യാനാണ്, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് മനസ്സ് നെഗറ്റീവ് ആക്കരുത് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പുതിയ പുതിയ മേഖലകൾ കണ്ടെത്തുക, പുതിയ തൊഴിലുകൾ കണ്ടെത്തുക, അവരവരുടെ കഴിവിനും അറിവിനും ഒക്കെ അനുസരിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു പുതിയ തൊഴിൽ. മറ്റൊരു വലിയ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചില്ല എങ്കിലും നിങ്ങൾക്ക് ആരംഭിക്കുവാൻ സാധിക്കും. സുഹൃത്തുക്കളുടെയും കുടുംബാംഗങ്ങളുടെയും സഹോദര സ്ഥാനീയരുടെയോ സമൂഹത്തിലുള്ള നല്ല നല്ല ഔദ്യോഗിക പദവിയിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും അതുപോലെ തന്നെ സാമൂഹികമായി നല്ല ബന്ധങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കളുടെയും സഹകരണത്തോടുകൂടി പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും അത് വിജയത്തിലെത്തിക്കുവാൻ നല്ല നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും ലഭിക്കുവാനും ഒക്കെ യോഗമുള്ള ഒരു സമയമാണ് ഈ ഉത്രാടത്തിന്റെ 2, 3, 4 പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ 1, 2 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ അവസ്ഥ അത് വേണ്ട രീതിയിൽ വിനിയോഗിക്കണം. പുതിയ അല്ലെങ്കിൽ ദീർഘകാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന സ്ഥാപനം പൊട്ടിപ്പോയി, പ്രവർത്തനം നിലച്ചുപോയി എന്നിരിക്കുക, അത് പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ ഇനി കൂടുതലായിട്ട് ശ്രദ്ധിക്കുവാൻ പറ്റുക വഴി ഷെയർ മാർക്കറ്റിംഗ് ആണെങ്കിലും ഇമ്പോർട്ടിങ് എക്സ്പോർട്ടിങ് പോലെയുള്ള തൊഴിലുകളാണെങ്കിലും അതുപോലെ മറ്റ് വിദേശത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും അതുപോലെ ഒരു കച്ചവടമൊക്കെ ആയാലും നടത്തിക്കൊണ്ടിരുന്നവർക്കും പുരോഗതികൾ വന്നിച്ചേരും.
ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ദീർഘനാളുകളായിട്ട് ഗവൺമെന്റ് ആയാലും മറ്റ് പ്രൈവറ്റ് നല്ല ലിമിറ്റഡ് കമ്പനികളിലൊക്കെ ജോലി ചെയ്യുന്നവർക്കറിയാം, ഡെയിലി വേജസിനൊക്കെ കയറിയിട്ട് ഒന്ന് സ്ഥിരപ്പെടുത്താതെ വിഷമിക്കുന്ന ധാരാളം ആൾക്കാരുണ്ട്. അവരെ ജോലിയിൽ സ്ഥിരപ്പെടുത്തും. അതിനൊക്കെ യോഗമുള്ള സമയമാണ് വരുന്നത്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരുക തന്നെ ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഈ ഏപ്രിൽ മാസത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവത്തിൽ അഷ്ടമാധിപത്യം കൂടിയുള്ള ആ ആദിത്യൻ ക്രൂരഗ്രഹം അത് ശത്രുവായ രാഹുവിനോട് യോഗം ചെയ്ത് കൂടെ ശനിയും ഒക്കെ അവിടെ സ്ഥിതി ചെയ്യുമ്പോൾ പരസ്പരം ഒരു അഭിപ്രായ വ്യത്യാസങ്ങളോ അധിക സാഹസകൾ സ്വയം കൃതാനർത്ഥം, സ്വയം നമ്മൾ ആപത്തിലൊക്കെ ചെന്ന് ചാടാതെ വളരെ ശ്രദ്ധിക്കണം. സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്നവർ, പ്രത്യേകിച്ച് മിലിറ്ററി ഓഫീസേഴ്സ്, പോലീസ് ഓഫീസേഴ്സ്, സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലി ചെയ്യുന്നവർ, ഇലക്ട്രിക്കുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, കടലിൽ പോകുന്നവര്, സാഹസികമായി വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്, അങ്ങനെ നിരവധി തൊഴിലുകൾ ഉണ്ട്. പൊക്കത്തിലൊക്കെ കയറുന്നവർ, കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട നിരവധി ആൾക്കാർ, ഉയരങ്ങളിലൊക്കെ പൊക്കത്തിലൊക്കെ കയറി ജോലി ചെയ്യുന്നവരുണ്ട്. അവർക്കൊക്കെ വളരെ ജാഗ്രതയും ശ്രദ്ധയും ആവശ്യമുള്ള സമയമാണ്. ഉത്തമമായ ഒരു ഗൃഹം വന്നു ചേരുന്നതിനോ ഉള്ള ഗൃഹം പുതുക്കിപ്പണിയുന്നതിനോ ഒക്കെ യോഗമുള്ള ഒരു സമയമാണ്. പ്രായമായ മാതാപിതാക്കൾക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ ഐശ്വര്യ സമ്പൂർണമായ ഒരു മാസം. സമൂഹത്തിൽ ഏതെങ്കിലും തരത്തിൽ മാന അപമാനങ്ങളോ അവിഖ്യാതികളോ ഒക്കെ കൊണ്ട് മനസ്സ് വളരെയധികം വേദനിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിൽ നിന്ന് ഒരു മുക്തി നേടുവാനും ഒക്കെ സാധിക്കുന്ന ഒരു കാലമാണ്. ഭൂമി സംബന്ധമായ ഏതെങ്കിലും കടബാധ്യതകൾ വലിയ തുകയ്ക്ക് ആണെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് വീടുന്നതിന്, കടം വീടുവാൻ ആരംഭിക്കുന്ന ഒരു സമയമാണ്. കടങ്ങളൊക്കെ ഇനി മുൻപോട്ട് വീടുവാൻ സാധിക്കും. അതുപോലെ നിയമപരമായ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അതിൽ നിന്നൊക്കെ മുക്തി നേടി അവരവരുടെ നിരപരാധിത്വം തെളിയിക്കുവാനും സത്യസന്ധമായ കാര്യങ്ങൾ മനസ്സിലാക്കുവാനും ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ദമ്പതികളായിട്ട് ജീവിക്കുന്നവർക്ക് ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം. എന്നിരുന്നാലും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുന്നതിനും അതുപോലെ തന്നെ ഉല്ലാസയാത്ര പോകുന്നതിനും ഒക്കെ യോഗമുണ്ട്. കൂടാതെ പുതുമയുള്ള വസ്ത്രങ്ങൾ, സ്ത്രീകൾക്കായാലും പുരുഷന്മാർക്കായാലും പുതുമയുള്ള വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഒക്കെ വന്നു ചേരുവാൻ യോഗവും ഭാഗ്യവും ദൈവാധീനവും ഒക്കെ ഉണ്ട്. ആഗ്രഹങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഒരു ആഗ്രഹമെങ്കിലും ദീർഘനാളുകളായിട്ട് നടക്കാത്ത ഇരുന്നത് ഈ ഏപ്രിൽ മാസം സാധിക്കുന്നതിനുള്ള യോഗവും കാണുന്നുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ നക്ഷത്രക്കാർ ശാസ്താവിനെ ഭജിക്കുക. രാശ്യാധിപൻ ശാസ്താവ് ആണല്ലോ. കൂടാതെ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം പൂർണ്ണബലവാനായിട്ടൊക്കെ നിൽക്കുന്നു. വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും അതുപോലെ തന്നെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുകയും നാഗരാജാവിന് അത് തൊട്ടടുത്തുള്ള സർപ്പക്കാവിലാണ് പോകാൻ പറ്റുന്നതെങ്കിൽ അവിടെ പോയി നാഗരാജാവിനെ പ്രാർത്ഥിച്ച് ഒരു മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും ശ്രേയസ്സും യശസ്സും ഉണ്ടാകുകയും സഹപ്രവർത്തകരുടെയോ സുഹൃത്തുക്കളുടെയോ വിഘടനവാദപരമായ ഇടപെടലുകൾ ഒഴിവായി പോയി സന്തോഷത്തോടുകൂടി കുടുംബത്തായാലും തൊഴിലിടത്തായാലും സമൂഹത്തിലായാലും ജീവിക്കുവാനായിട്ട് സാധിക്കും. എല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പൽ സമൃദ്ധവുമായ വിഷു ആശംസകൾ.